വലിയ വലിയ കാടുകളിൽ, വലിയ വലിയ പർവ്വതങ്ങളിൽ മഹാനരായ ഖുത്ബുസ്സമാൻ തങ്ങൾ അവരുടെ മശായിഖന്മാരിൽ നിന്നുള്ള നിർദ്ദേശമനുസരിച്ച് വലിയ വലിയ റിയാദകൾ വീട്ടി. ഇന്നും കാണാലോ നമ്മുടെ ഈ മലപ്പുറം ജില്ലയിലും അതേപോലെ പരിസരത്തൊക്കെയുള്ള പല മലകളിലും ചെന്ന് നോക്കിയാൽ മമ്പുറം തങ്ങളുപ്പാപ്പ സുജൂദ് ചെയ്ത സ്ഥലം, അവരുടെ കാൽപാദമുള്ള സ്ഥലം ഇന്നും ചരിത്രരേഖയായി പ്രത്യേകം അവശേഷിക്കുകയാണ്. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ആ കാര്യം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഇന്ന് തന്നെയും ആ മലമുകളിലേക്ക് ആർക്കും ചെല്ലാൻ കഴിയില്ല. അപ്പൊ അന്നത്തെ അവസ്ഥ പറയണോ? ഇവിടെ നമ്മള് 1400 കഴിഞ്ഞില്ലേ? ഇത് 1166 ജനിച്ചു എന്നല്ലേ പറഞ്ഞ്. അപ്പൊ നൂറ്റാണ്ടുകളുടെ വ്യത്യാസത്തിൽ ഒരു മനുഷ്യനും കയറി ചെല്ലാത്ത വലിയ വലിയ കാടുകളിലും മലകളിലും ചെന്ന് ഒറ്റക്കിരുന്ന് റബ്ബിന്റെ മുന്നിൽ സർവവും സമർപ്പിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉന്നതമായ അടിമയായി മാറി. വകാന ലഹു മഅൽ ഖിദ്ർ വരിജാലിൽ ഗൈബി ഇജ്തിമാഅത്തുൻ അജീബ. വലിയ വലിയ സംഭവങ്ങൾ മഹാനായ സയ്യിദുൽ ഖൗം ഖിദ്ർ അലൈഹിസ്സലാം അവരുമായുള്ള കൂടിക്കാഴ്ചകൾ, അത് ഔലിയാക്കന്മാരിൽ ഉന്നതരായ ആളുകൾക്കുള്ള അവസ്ഥയാണല്ലോ. അങ്ങനെ എത്തി വസ്തഹറ ഫദ്ലുഹു ഹത്താ ഫിൽ ഹറമൈൻ الشريفين وصار يخبر عما في القلوب وصار قطب زمانه وغوث أبانه كما قاله القاضي عمر البلنقوطي قطب الزمان سراج الأرض سيدنا من دار الدنيا إلى دار البقاء سرى. ഖുത്ബുസ്സമാനായി അവർ ഉയർന്നു വന്നു. കാലഘട്ടത്തിന്റെ ഗൗസായി അവരിവിടെ ജീവിച്ചു. ആ കാര്യം അവരിൽ നിന്ന് തന്നെയാണ് മനസ്സിലാക്കിയത്. ഖുത്ബുസ്സമാനാണ് സയ്യിദ് അവറുകളെന്ന് സയ്യിദ് അവറുകളിൽ നിന്ന് പഠിച്ചതാണ് മഹാനരായ ഉമർ ഖാദി.